കഴിഞ്ഞ ദിവസം എൻ്റെ കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയി. യൂറോപ്പിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണെന്നുള്ളത് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടു കാണും. അപ്പോൾ ഞാനും വിചാരിച്ചു ഇനിയിപ്പോൾ ഈ ചൂട് കാരണമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റോളം ഞാൻ കാർ നിർത്തിയിട്ടു. അതിനുശേഷം നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, കാറ് പഴയ പോലെ തന്നെ ഓടുന്നുണ്ടായിരുന്നു. പക്ഷേ കാറിന് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സമാധാനം പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ ഒരു ഗരാജിൽ പോയി. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു ഇപ്പോൾ കാറിന് എങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല, പഴയതുപോലെ ഓടുന്നുണ്ട്. പുള്ളി പറഞ്ഞു ഇനിയിപ്പോൾ പൊക്കോ, ഇനി കാർ കേട് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി, ഡോണ്ട് ട്രൈ ടു ഫിക്സ് സംതിങ് വിച്ച് ഈസ് നോട്ട് ബ്രോക്ക്. പുള്ളി അതും പറഞ്ഞിട്ട് അങ്ങ് പോയി. ഞാനാണെങ്കിൽ ഷെടാ ഇത് കൊള്ളാലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുകൊണ്ട് ഞാൻ ആലോചിച്ച് നിൽക്കുക. അപ്പോൾ എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടമായി. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലും ജോലി സ്ഥലത്തും നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ ഒരു ബേസിക് പ്രിൻസിപ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്, അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീമുണ്ട്, നിങ്ങളെ അതിൻ്റെ ടീം ലീഡർ ആക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ പുതിയ ആളുകളുടെ മുന്നിൽ നമ്മുടെ കേപ്പബിലിറ്റി ഒക്കെ കാണിക്കാൻ നമുക്ക് വല്ലതൊരു ടെൻഡൻസി ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ പലപ്പോഴും ചെയ്യുക കുറേ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ പുതുതായിട്ടൊരു സ്ഥലത്ത് എത്തിയാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മിനിമം ഒരു മാസത്തേക്കെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക, പഠിക്കുക. എന്തൊക്കെയാണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് വർക്ക് ചെയ്യാത്തതെന്ന് മനസ്സിലാക്കുക. വർക്ക് ചെയ്യാത്തതിനെ മാത്രം ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക, വർക്ക് ചെയ്യുന്നതിനെ വെറുതെ വിടുക. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ ടീമിൻ്റെയും ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ.